ബിടെക് മുടങ്ങിയവർക്കും ഡ്രോപ്പ് ഔട്ട് ആയവർക്കും ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി യൂണിവേഴ്സിറ്റി മാറി എഴുതിയെടുക്കാം. മെഡികെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ടാറ്റ ഗാൽവാനോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച സിംപ്ലെക്സ് വിൻഡോസ് ആൻഡ് ഡോർസ്. There we go. Ooh. Professional cut. Cut it. Okay, Vijay. റോക്കറ്റ് സയൻസിനെ പറ്റി സിനിമ ചെയ്യാൻ മാത്രമല്ല നല്ല ഭംഗിയായിട്ട് കരിക്ക് വെട്ടാനും തനിക്കറിയാമെന്ന് കാണിച്ചു തരുവാണ് നടൻ മാധവൻ. അഥവാ ജീവിതത്തിലെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ചിലപ്പോ ഇന്റർനാഷണൽ ലെവലിലായാലും ജീവിതം തനി നാടനായി കൊണ്ടുപോകണതാണ് എപ്പോഴും നല്ലതെന്ന് കാണിച്ചു തരുന്ന ഒരാളാണ് നടൻ മാധവൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കാണാൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലത്തെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്ന പിൽക്കാലത്ത് അതൊക്കെ പൊളിച്ചടുക്കി നല്ല കിടുക്കൻ റോൾസ് ചെയ്ത ഒരു നടൻ മാത്രമല്ല മാധവൻ. പുറമേയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തിരുന്ന ഒരു മനുഷ്യനും കൂടിയാണ് അദ്ദേഹം. ഈ മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ് ഒക്കെ കിട്ടുന്ന പെൺകുട്ടികളെ കുറിച്ചിട്ടൊക്കെ ചില ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്നൊക്കെ. അതേപോലെ വളരെ ഇന്റലക്ച്വലും ചാമിങ്ങും ആയിട്ടുള്ള ഒരു നടനാണ് മാധവൻ. അതിലും ഈ ഒരു നാടൻ ജീവിതശൈലി എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമുക്ക് കഴിക്കാനുള്ള പച്ചക്കറി മറ്റും നമ്മൾ തന്നെ നട്ട് വളർത്തി ഉണ്ടാക്കണം, ഓർഗാനിക് ആയ ഒരു ജീവിതശൈലി ജീവിക്കണം എന്നുള്ള രീതിക്കുള്ള മെസ്സേജുകളൊക്കെ ഒരുപാട് പങ്കുവെക്കുന്ന ഒരാളും കൂടിയാണ് നടൻ മാധവൻ. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന് വേണ്ടുന്ന ഒട്ടുമിക്കവാറും സാധനങ്ങൾ സ്വന്തം മട്ടുപ്പാവിൽ വളർത്തിയെടുക്കുകയും അതിന്റെ ഹാർവെസ്റ്റ് നടത്തുകയും ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി കൃത്യമായി സോഷ്യൽ മീഡിയ പോസ്റ്റുകളിടുകയും ചെയ്യുന്ന ഒരാളാണ് മാധവൻ. നമ്മൾ പറയില്ലേ, ചില ആൾക്കാരെ ഫോളോ ചെയ്യുന്നത് എന്റർടൈനിങ് മാത്രമല്ല, അതോടൊപ്പം നമ്മളെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുന്നത്. അത്തരത്തിൽ ഒരാളാണ് മാഡി എന്ന് നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന നടൻ മാധവൻ. അതായത് സിനിമ ചെയ്യാൻ മാത്രമല്ല, പ്രൊഫഷണൽ ആയിട്ട് കരിക്ക് വെട്ടാനും ആൾക്കറിയാം, കരിക്ക് വെട്ടി തന്റെ പ്രൊഡ്യൂസർ വിജയ്ക്ക് കൊടുക്കാനും ആൾക്കറിയാം. അതിലും മീതെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടുന്ന കുറെ ഇൻഫർമേഷൻ നമുക്ക് തരാനും നടൻ മാധവൻ അറിയാം. ചുരുക്കി പറഞ്ഞ മാഡി പൊള്ളിയാണ്. There we go. Ooh. Professional cut. Cut it. Okay, Vijay. അലമുറയിട്ടൊരു നിലവിളിയാണ് മറ്റേ സൈഡിൽ ഞാൻ കേൾക്കുന്നത്. നീ പോവുകയാണോ? അവൻ്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടല്ലേ അവൻ പോയത്. അവസാന നാളുകളിലൊക്കെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു, പ്രണയത്തിൻ്റെ ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു. ചില സമയങ്ങളിൽ ഒരു അച്ഛൻ്റെ സ്നേഹം സച്ചി എനിക്ക് തരാറുണ്ട്, ചില സമയത്ത് നല്ല ഒരു കൊച്ചുകുട്ടി എനിക്കെൻ്റെ മകനെ പോലെ ഫീൽ ചെയ്യും. ചില കാര്യങ്ങളിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ പ്രണയം എന്നാണ് പറയാറുള്ളത്. ചില സമയങ്ങളിൽ സൗന്ദര്യപ്പിണക്കം ഉള്ള സമയങ്ങളിലും ഇതുപോലെയാണ്. പിണങ്ങി ഫോൺ എടുക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പാട്ട് വരും, വോയിസ് മെസ്സേജ് ആയിട്ട്. ഇവിടെ നിന്ന് തിരിച്ച് വേറൊരു പാട്ട് അങ്ങോട്ട്. രണ്ടുപേർക്കും ചിരി വരും. അവിടെ തീർന്നു, സൗന്ദര്യപ്പിണക്കം അവിടെ തീർന്നു. ഓരോ പ്രണയവും കാത്തിരിപ്പിന്റെ പ്രണയമാണ്. ഇതും ഒരു കാത്തിരിപ്പിന്റെ പ്രണയം തന്നെയാണ് അനാർക്കലി. ശരിക്കും അനാർക്കലി സച്ചി രാജീവും കൂടി ലക്ഷദ്വീപ് പോകുമ്പോൾ ആ ഇവാക്യുവേഷൻ, ആ ഒരു ക്ലൈമാക്സിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. എന്നെയും സച്ചിയെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ഈ തീവ്രതയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. അതിന്റെ ഗുഡൻസ് എന്തായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം മുതൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി എന്നാന്ന് തോന്നുന്നു. ഒരു പ്രതിഭ തെളിയിച്ച ഒരു എഴുത്തുകാരനും ഡയറക്ടറിനും വേണ്ടിയാണ് ഞാൻ ഈ പടം എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ അയ്യപ്പനും കോശിയും എഴുതി തുടങ്ങുന്നത്. തള്ളെ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ളൊരു അറ്റാച്ച്മെന്റ് ഒരു പക്ഷെ ആ വാക്ക് മൂകാംബിക ദേവി അത് പറയാറുണ്ട്. എന്റെ തള്ള, എന്റെ അമ്മച്ചി, അങ്ങനെയൊക്കെ പറയാറുണ്ട് മൂകാംബിക ദേവി. ചിലപ്പം പറയും നീ എന്റെ അജിയാണെന്ന് പറയും, സിസ്റ്ററിനെ പറയാറുണ്ട്. ചില സമയങ്ങളിൽ പറയും നീ എൻ്റെ അമ്മയാണെന്ന് പറയും. അപ്പം
നമ്മളുടെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഈഗോയിൽ സച്ചി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഈഗോയുടെ കാര്യത്തിൽ. അവസാനത്തെ 2 സിനിമകളും ഈഗോ ബേസ് ഈഗോ ചെയ്ത ആ 2 സിനിമയിലെ ഈഗോ സച്ചിയുടെ തന്നെ ഈഗോയാണ്. സച്ചി മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ മാനേജ്. ബിടെക് മുടങ്ങിയവർക്കും ഡ്രോപ്പ് ഔട്ട് ആയവർക്കും ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി യൂണിവേഴ്സിറ്റി മാറി എഴുതിയെടുക്കാം മെഡികെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ടാറ്റ ഗാൽവാനോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച സിംപ്ലെക്സ് വിൻഡോസ് ആൻഡ് ഡോർസ്.